ഹായ്, നമുക്ക് ഇന്ന് പുതിയൊരു പ്രോഡക്റ്റിനെ പറ്റി നോക്കാം. ഞാനിന്ന് ലെൻസ് കാർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാനൊരു ചെറിയൊരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കൂളിംഗ് ഗ്ലാസ് മേടിക്കാനായിട്ടായിരുന്നു ഞാൻ ലെൻസ് കാർട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് നല്ല കളക്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്പെറ്റ്സിന് വേണ്ടിയിട്ട് നല്ല കളക്ഷൻസ് ഉണ്ട്. പക്ഷേ ഞാൻ പോയ ഷോപ്പ് വന്നിട്ട് കരയ്ക്കമുണ്ടാകുന്ന ഷോപ്പിലാണ് പോയത്. അവിടെയും കരമനയും പർച്ചേസ് നോക്കിയിട്ടാണ് ഞാൻ വന്നത്. ഈ രണ്ട് സ്ഥലത്തിനെക്കാട്ടി ഈസ്റ്റോട്ടൊരു ഷോപ്പുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ബെറ്ററായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. പക്ഷേ മൂന്ന് സ്ഥലത്തും വരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം ഒരു കുറച്ച് റേറ്റ് കൂടുതൽ. അപ്പോൾ നമ്മൾ അന്വേഷിക്കാൻ പോകുന്ന ഒരു നോർമലായിട്ടുള്ള ഒരു സ്പെറ്റ്സ് അതിന് അവർ സൈറ്റിൽ ഇതിനെക്കാട്ടി പ്രൈസ് കുറവായിട്ട് കൊടുക്കുന്നുണ്ട്. അവർക്കൊരു മെമ്പർഷിപ്പ് കാർഡ് കൂടിയൊക്കെ ഉണ്ടെങ്കിൽ പറയേണ്ട നല്ല ലാഭത്തിന് സാധനം എടുക്കാം. പക്ഷെ എന്താണ് എങ്ങനെയെന്നുള്ളൊരു പ്രതിഭാസം എനിക്ക് മനസ്സിലായിട്ടില്ല. ഷോപ്പിൽ ചെന്ന് നമുക്ക് ഫ്രീ ആയിട്ടുള്ള കണ്ണിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഐ ടെസ്റ്റൊക്കെ അവർ ഫ്രീ ആയിട്ട് തന്നെ ചെയ്തൊക്കെ തരും. അതൊന്നും നമുക്ക് പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ സ്പെറ്റ്സ് എടുക്കുമ്പോഴത്തേക്കും എന്തോ അവർ പറയുന്നത് നമ്മുടെ UV പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടുള്ള ഗ്ലാസ്സാണ്, അതാണ് എല്ലാം കറക്റ്റാണ്. പക്ഷേ സാധനത്തിന് അവിടെ നിന്ന് എടുത്താൽ നല്ല പൈസ വരും. ഇച്ചിരി പൈസ കുറവിലായി എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇത് ലെൻസ് കാർട്ടിൻ്റെ തന്നെ സൈറ്റ് ഉണ്ട്, ഗൂഗിൾ അടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം ആ സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യുന്നതായിരിക്കും കുറച്ച് ബെറ്ററായിട്ടുള്ള കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. അത് മാത്രമാണ് എനിക്ക് ഇന്ന് പോയപ്പോൾ തോന്നിയ ഒരു കാര്യം. അപ്പം ഞാൻ അവിടെ നിന്ന് രണ്ട് സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സാധനം വന്നിട്ട് ഈ ഒരു ലെൻസ് ക്ലീനറാണ് കേട്ടോ. ഈ ഒരു ലെൻസ് ക്ലീനർ നമ്മുടെ ഗ്ലാസ്സൊക്കെ നമുക്ക് ഒന്ന് വൈപ്പ് ചെയ്യാനായിട്ട് തുടയ്ക്കാനായിട്ട് ബെസ്റ്റ് സാധനമാണ്. ഞാൻ പണ്ട് മേടിച്ച ഒരെണ്ണം കൂടെ ഉണ്ട്. ഇന്ന് പോയപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് നല്ലൊരു സാധനമാണ്. പോകുന്നവരാണെങ്കിൽ നമ്മളിപ്പോൾ വെറുതെ കണ്ണാടി, എനിക്കറിയത്തില്ലായിരുന്നു കണ്ണാടിയിലൊക്കെ ഞാൻ ചുമ്മാ അങ്ങ് തുടയ്ക്കും, കിട്ടുന്ന തുണി വെച്ച് ഞാൻ തുടച്ചെടുക്കുന്ന രീതിയായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്താൽ കണ്ണിൻ്റെ ഗ്ലാസ്സിന് എപ്പോഴും സ്ക്രാച്ച് വീഴുമെന്ന് എല്ലാവരും പറയുമായിരുന്നു. അപ്പം അങ്ങനെ മിക്കത് ഡാമേജ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തുടയ്ക്കാനായിട്ടാണെങ്കിലും ഞാൻ ഉടനെ പെയിൻറ്റിന് വീട്ടിൽ കൊണ്ടുപോയി കുറച്ച് സോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷാമ്പോ അല്ലെങ്കിൽ നന്നായിട്ട് കഴുകിയിട്ടാണ് കണ്ണാടി വയ്ക്കുന്ന ഒരു പദം ഉണ്ടായിരുന്നത്. അപ്പം കുറച്ചും കൂടി നമുക്ക് അതിൽ എന്തൊക്കെയാണ് ഗ്ലാസ് വയ്ക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ കുറച്ചുകൂടി മനസ്സിലാക്കി ഡെയിലി അങ്ങനെ നമുക്ക് അപ്ഡേറ്റ് ആവുന്നുള്ളൂ. അങ്ങനെ ആയിട്ടുണ്ട് ഞാനും. അപ്പം ലെൻസ് കാർട്ടിൽ പോയപ്പം കണ്ട ഒരു സാധനമാണ് ഈ ഒരു ഇതവിടെ നിന്ന് എന്തായാലും ഇതൊരു നോർമൽ റേറ്റിൽ നമുക്ക് ലാഭമുണ്ട്, വലിയ പൈസ ഒന്നും ആകത്തില്ല. അതുപോലെ ഐ ഡ്രോപ്സും കൂടി ഞാൻ മേടിച്ചു. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന കണ്ണിനൊരു ഡ്രൈനെസ് നമ്മുടെ കണ്ണിന് വരുമ്പോഴത്തേക്കും പൊതുവെ നമ്മൾ സിസ്റ്റം യൂസ് ചെയ്യുന്നവരോ ഫോൺ യൂസ് ചെയ്യുന്നവരൊക്കെ ആകുമ്പോൾ കണ്ണിന് ഡ്രൈനെസ് വരും. പണ്ടൊക്കെ നമ്മൾ വീട്ടിൻ്റെ അവിടെയൊക്കെ രാവിലെ മഞ്ഞ് തുള്ളി കാണും, മഞ്ഞിൻ്റെ തുള്ളി വന്ന് ഇലയുടെ ഇതിലൊക്കെ ഇരിക്കും. അതൊക്കെ വെച്ചാണ് പണ്ട് കണ്ണൊക്കെ ഇടുമ്പോൾ സുഖം കിട്ടും. അപ്പം മഞ്ഞ് തുള്ളിയൊന്നും കാണാനൊന്നും ഇല്ല. അതുകൊണ്ടിട്ട് പച്ചവെള്ളം വെച്ച് കണ്ണിന് ഗ്ലാസ് ഇറക്കി നമ്മൾ കഴുകുന്നതൊക്കെ ഒരു പതിവുണ്ടല്ലോ. അപ്പം കണ്ണിന് ഡ്രൈനെസ് കൂടുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരുന്നത്. അപ്പം അതിന് ഐ ഡ്രോപ്സാണ് ബെസ്റ്റ് സാധനം. ഞാൻ ശ്രീധരീയം സുനേത്രയുടെ ഒരു ഐ ഡ്രോപ്സാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കത് തീർന്നു പോയി. അപ്പം ഞാനത് തീർന്നുകൊണ്ട് ലെൻസ് കാർട്ടിൽ എന്തായാലും പോയപ്പോഴത്തേക്ക് ഒരു ഐ ഡ്രോപ്സ് പറഞ്ഞു. അവരൊരു ചെറിയൊരു ഐ ഡ്രോപ്സും കൂടി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഐ ഡ്രോപ്സ് അത്ര പോരാ, എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അത്ര ഒരു കണ്ണ് തൊഴിക്കുമ്പോൾ ഒരു തണുപ്പോ കാര്യങ്ങളോ അപ്പോഴത്തെ ഒരു ഇതേയുള്ള ഡ്രൈനെസ് ഒന്നും മാറുന്നില്ല. അതുപോലെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ഐ ഡ്രോപ്സ് ഉണ്ടെന്ന് മേടിക്കുന്നത് അത്ര നല്ലതല്ലെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ശ്രീധരീയം സുനേത്രയുടെ ഐ ഡ്രോപ്സ് ഇച്ചിരി നല്ലതാണ്. നമ്മളതിൻ്റെ ഏജൊക്കെ മെഷർമെൻറ്റ് ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതനുസരിച്ച് മേടിച്ചതാണ് കേട്ടോ. അപ്പം ലെൻസ് കാർട്ടിൽ പോകുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എൻ്റെ ഒരു രീതിക്ക്. ഞാൻ അവിടുന്ന് പൈസ ഉള്ളവരാണെങ്കിൽ അവിടെ തന്നെ മേടിക്കാം, അതല്ല പൈസ ലാഭിക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞാൽ നമുക്ക് എന്തെല്ലാം മിച്ചം പിടിക്കാൻ പറ്റുമോ അത് വലിയ കാര്യമാണ്. അങ്ങനെ നോക്കുന്നവരാണെങ്കിൽ ദയവേത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പം ഈ സംഗതിയൊക്കെ മേടിക്കാനായിട്ട് കൊള്ളാം. ഓക്കെ, ഇതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയാനായിട്ടുള്ളത്, ഞാനിപ്പം ഈ ഇടയ്ക്കായിട്ട് ഒരു നമ്മുടെ ബോഡി സ്പ്രേ നോക്കാനായിട്ട് പോയിട്ടുണ്ട്. നല്ല റേറ്റ് കൂടുതലായിട്ടുള്ള സംഗതിയാണ് മിക്ക സ്ഥലത്തും. ഞാനതൊന്ന് അന്വേഷിച്ച് നോക്കിയപ്പം അപ്പോൾ എനിക്കത് കിട്ടിയപ്പം ലാഭത്തിൻ്റെ സ്ഥലത്ത് നിന്നാണ് എനിക്കത് കിട്ടിയത്. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയത് കൊള്ളാമല്ലോ. ഞാനിപ്പം ഈ റീൽസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ആ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ചാലയ്ക്കകത്താണ്, സാറാന്നെന്തോ ആണെന്ന് തോന്നുന്നു ഷോപ്പിൻ്റെ പേര്, സാറ ആണെന്ന് തോന്നുന്നു. അത് കറക്റ്റ് ചാലയ്ക്കകത്തും ഉണ്ട്, അല്ലാതെ നമ്മുടെ രാമചന്ദ്രൻ അട്ടക്കുളങ്ങര രാമചന്ദ്രൻ്റെ അടുത്തായിട്ടും അവിടെ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ എല്ലാം വന്നിട്ട് ലോ ബഡ്ജറ്റിലാണ് സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു 50 റേഞ്ച് തൊട്ട് അവിടെ എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്താണ് എനിക്ക് ഈ ഒരു സ്പ്രേയും കൂടെ കിട്ടിയേ. കോബ്രയുടെ സ്പ്രേ ആണ്. ഇതിൻ്റെ മണ്ടയിലൊരു പാമ്പിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ എൻ്റെ ഒരു ക്യാപ്പ് കാണാൻ. അത് എവിടെയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. പക്ഷെ നല്ല ഭംഗിയാണ് വെച്ചാൽ പാമ്പ് ഇങ്ങനെ പത്തി വിടർത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ അകത്തുനിന്ന് പാമ്പ് ഇങ്ങനെ വിഷം തുപ്പുന്ന പോലെയാണ് ഈ ഒരു സ്പ്രേ വരുന്നത്. തുപ്പാൻ ഒന്നുമില്ലല്ലോ, അത് ആവിയായിപ്പോയി.
ഇപ്പം ഞാനിത് യൂസ് ചെയ്തപ്പം നല്ല മണമാണെന്ന് വെച്ചാൽ നല്ല മണം, ആവശ്യത്തിന് കൊള്ളാവുന്ന സാധനം തന്നെയാണ് ഈ കോപ്ര. ആവശ്യത്തിന് നല്ല ഇച്ചിരി ലാസ്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അടിച്ചിട്ട് അങ്ങോട്ട് തിരിയുമ്പോൾ പോയി എന്ന് നോക്കി നമ്മൾ അന്വേഷിക്കുന്നതല്ല, കുറച്ച് സമയം ലാസ്റ്റ് ചെയ്യുന്ന സാധനം തന്നെയാണിത്. ഇത് പുറത്ത് ഞാൻ നോക്കിയ കടകളിലൊക്കെ നല്ല റേറ്റാണ്. ഇത് എനിക്ക് കിട്ടിയത് ഇച്ചിരി ml കൂടുതലായിട്ടായിരുന്നു. ഒരു 140 രൂപ സംതിങ് അടുപ്പിച്ചിട്ട് തന്നെയാണ് എനിക്ക് ഈ സാധനം കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പം ആ ഒരു ഷോപ്പിൽ മാത്രമാണ് എനിക്ക് ഇതിൻ്റെ ഒരു ലോ ബഡ്ജറ്റായിട്ട് എനിക്ക് തോന്നിയത്. പോത്തീസിൽ ഞാൻ നോക്കിയപ്പം എനിക്കത് കണ്ടതുമില്ല. വേറെ സാധാരണ നമ്മൾ പോകുന്ന ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഇത് കാണും. അവിടെയൊക്കെ ഇച്ചിരി റേറ്റ് കൂടുതലാണ് കേട്ടോ. അപ്പം നല്ല സ്പ്രേ ആണ്. കാണുകയാണെങ്കിൽ കോപ്ര ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാം, കൊള്ളാമോ എന്ന് നോക്കാനായിട്ട് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സാറ പോലുള്ള ഷോപ്പിലോട്ട് പോയി മേടിക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെയുള്ള ഈ കൊച്ചു പൈസയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ചിലപ്പം ഇത്ര രൂപയായിട്ട് ഇത്രയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നുള്ള കടകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചില ഐറ്റംസൊക്കെ നോക്കിയെടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. ഞാൻ അങ്ങനെയുള്ള കുറേ ഷോപ്പിലൊക്കെ നോക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കണം എനിക്കങ്ങനെ തോന്നിയപ്പോൾ കിട്ടിയ ഒരു സംഗതിയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം ഇന്ന് വേറെ ഒന്നുമില്ല, ജസ്റ്റ് നമ്മളൊരു ലെൻസ് കർട്ടൻ വാങ്ങിച്ച ഈ ഒരു പ്രോഡക്റ്റും യൂസ് ചെയ്യാൻ താല്പര്യമുള്ളതുകൊണ്ട് യൂസ് ചെയ്യുക. പിന്നെ ഈ ഒരു കാര്യം അപ്പം മെയിനായിട്ട് നമ്മുടെ കണ്ണിനെ പറ്റി പറയാനായിട്ടാണ് ഞാൻ തോന്നുന്നത്. ദയവ് ഇത് ഒരു കിടക്കുന്നതിന് ഒരു 10 മിനിറ്റിലോ 1 മണിക്കൂർ മുമ്പെങ്കിലും ഫോണൊന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റി അത്രയും കണ്ണിന് ഇച്ചിരി പ്രശ്നങ്ങൾ നമുക്ക് കുറയും. എന്നുവെച്ചാൽ ഞാൻ നന്നായിട്ട് ഫോണിൽ കിടക്കുന്നതിന് കുറച്ച് സമയത്തിന് മുമ്പ് വരെയും ഞാൻ ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ വന്നെനിക്ക് രാവിലെ എണീക്കുമ്പോൾ ഒരു ഭയങ്കര ടയേർഡ്നെസ് ഫീൽ ചെയ്യും. കണ്ണാണെങ്കിൽ ഭയങ്കര പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു തലവേദന ഇങ്ങനെ പോകണം, ആ ഒരു രീതിയിൽ ഞാനൊക്കെ കിടന്ന് പറയും. പിന്നെ പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല, നമുക്ക് ഉറക്കം ക്ലിയറായിട്ട് കിട്ടത്തില്ല, ഇത് മാത്രമേ ഉള്ളൂ. അപ്പം പിമ്പിൾസിനാണെങ്കിലും മുടികൊഴിച്ചിലാണെങ്കിലും കുറേ ഉറക്കമാണല്ലോ നമുക്ക് മെയിനായിട്ടും. ഉറക്കം ക്ലിയറായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ സ്കിൻ ഇഷ്യൂസ്, നമ്മുടെ ബോഡിയിലെ കുറച്ച് കാര്യങ്ങൾ അതെല്ലാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പം ദയവ് ചെയ്ത് നമ്മുടെ കണ്ണിനെ പറ്റി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്ക്രോളിങ് മാക്സിമം ഇപ്പം നമ്മളൊരു 11 മണിക്ക് ഉറങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഒരു 10 മണിയോടുകൂടി അതങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ അതിനുശേഷം മാക്സിമം ബുക്ക് വായിക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. നമ്മൾ ഉറക്കത്തിലേക്കും കൊണ്ടുപോകാൻ നല്ലതാണ്, നമ്മുടെ കണ്ണിനൊരു റിലാക്സേഷൻ കിട്ടാനും നല്ലതാണ്. ടി വിയും സെയിം തന്നെയാണ്, അല്ലെങ്കിൽ UV റേസും കാര്യങ്ങളൊക്കെ കണ്ണിന് കുറച്ചുകൂടി പ്രശ്നം കൂട്ടിക്കൊണ്ടിരിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പം കണ്ണിന് ഇഷ്യൂ ഉള്ളവർക്ക്, എനിക്കെന്ന് വെച്ചാൽ എൻ്റെ കണ്ണിന് നല്ല പ്രശ്നമുള്ള ഒരാളാണ്. അപ്പം ഞാൻ സ്പെക്സ് ഇപ്പം വീണ്ടും കൊണ്ട് വയ്ക്കാത്തതാണ്, അല്ല ഞാൻ സ്പെക്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഇടതുകണ്ണിന് നല്ല പവർ പ്രശ്നമുള്ള ഒരാളാണ്. അപ്പം ഞാൻ സ്പെക്സ് യൂസ് ചെയ്യുന്നത് മാത്രം കൊണ്ട് നമുക്കത് ബാലൻസ് ചെയ്ത് പോകാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അഡീഷണൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന മുരിങ്ങയില ബെസ്റ്റ് സാധനമാണ് കണ്ണിന് വേണ്ടിയിട്ട്. അതല്ലാതെ ക്യാരറ്റ് ഇത് രണ്ടും നമുക്ക് മാക്സിമം കണ്ണിന് നാളെ രാവിലെ കാഴ്ച കിട്ടും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കണ്ണിന് കാഴ്ച കിട്ടേണ്ടതാണെങ്കിൽ ആ കണ്ണിന് കാഴ്ച എന്തായാലും കിട്ടും. അപ്പം നമുക്കിത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഷെയ്ഡ് കൂടി കണ്ണിൻ്റെ ഇതിൽ കാഴ്ച ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ചെയ്യുന്ന കാര്യം തന്നെ. പക്ഷേ ക്യാരറ്റ് അധികമായിട്ട് കൊടുക്കുകയും ചെല്ലും മുടി കൊഴിഞ്ഞു പോകും. മുരിങ്ങയില അതുപോലെയാണ്, നമ്മളെ കർക്കിടക മാസ സമയത്തൊക്കെ മുരിങ്ങയില കൊടുത്തു കഴിഞ്ഞാൽ വിഷത്തിന് കിട്ടും. അപ്പോൾ അല്ലാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മുരിങ്ങയില കിട്ടുന്നവരാണ് ആ ഏരിയയിലുള്ളവരെങ്കിൽ കണ്ണിനായിട്ട് ബെറ്ററാണ്. പറ്റുമെങ്കിൽ 6 മാസത്തിലൊരിക്കൽ പോയി കണ്ണ് ചെക്ക് ചെയ്യുക. ഞാൻ പൊതുവെ കണ്ണാശുപത്രിയാണ് പോയി ചെക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ പോകുന്നതിൻ്റെ കണ്ണിൻ്റെ അല്ല, പോകാൻ ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ലെൻസ് കാർഡിൽ പോയത്. അപ്പോൾ ഒന്ന് കണ്ണ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീ ടെസ്റ്റാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അതും ചെക്ക് ചെയ്തു. ലെൻസ് കാർഡിലുള്ള കുറച്ച് കണ്ണാടിലൊക്കെ കണ്ടതിന് ശേഷം വന്ന് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തു. 2 ദിവസത്തിനുള്ളിൽ സ്പെക്സും എത്തും. അപ്പം എത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എവിടെ മേടിക്കണോ അതിന് വേണ്ടി മാത്രമായിട്ട് ഷോർട്ട് വീഡിയോ ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ കാണാം.